ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹത്തിൽ വസിപ്പീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 15-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലം സ്നേഹമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളുടെ പട്ടിക സ്നേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഗലാത്യർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഈ ശുദ്ധവും വിശുദ്ധവുമായ സ്നേഹം യേശുക്രിസ്തുവിൽ പൂർണ്ണമായി കാണപ്പെടുന്നു. ക്രൂശിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതിനാൽ ഈ ദിവ്യ സ്നേഹത്തിൽ വസിപ്പീൻ. യേശുക്രിസ്തുവിന്റെ സ്നേഹം ത്യാഗപരമായ സ്നേഹമാണ്. തന്റെ അടുക്കൽ വരുന്ന ആരെയും അത് ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അത് നിങ്ങളുടെ പിന്നാലെ ഓടിയ സ്നേഹമാണ്. ചെളി നിറഞ്ഞ അഴുക്ക് ചാലിൽ നിന്ന് നിങ്ങളെ ഉയർത്തിയ സ്നേഹമാണ്. അവസാനം വരെ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ബൈബിൾ പറയുന്നു, ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതിനാൽ പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല. ഇത് റോമർ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. സ്നേഹമില്ലാതെ ആത്മാവിന്റെ ദാനങ്ങൾ പ്രയോജനകരമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഇത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് സ്നേഹത്തിൽ വസിക്കൂ. സ്നേഹമില്ലാത്ത ശുശ്രൂഷ ശൂന്യമായ ഒരു പ്രകടനമാണ്. സ്നേഹമില്ലാത്ത ഹൃദയം ഒരു വന്ധ്യമായ ഹൃദയമാണ്. അവസാന നാളുകളിൽ പലരുടെയും സ്നേഹം തണുത്തുപോകും, കാരണം അധർമ്മം പെരുകും എന്ന് മത്തായി 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ സ്നേഹം തണുത്തു പോകുകയോ കുറയുകയോ ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിൽ ദിവ്യ സ്നേഹത്തിന്റെ തീ വീണ്ടും ജ്വലിപ്പിക്കുക. സ്നേഹം മരണം പോലെ ശക്തമാണ്. അസൂയ പാതാളം പോലെ ക്രൂരമാണ്. അതിന്റെ ജ്വാലകൾ അഗ്നിജ്വാലകളാണ്, ഏറ്റവും ശക്തമായ ജ്വാല. അനേകം വെള്ളങ്ങൾക്ക് സ്നേഹത്തെ കെടുത്താൻ കഴിയുകയില്ല. വെള്ളപ്പൊക്കങ്ങൾക്ക് അതിനെ മുക്കിക്കളയാനും കഴിയുകയില്ല. ഒരുവൻ തന്റെ വീട്ടിലെ എല്ലാ സമ്പത്തും സ്നേഹത്തിനു വേണ്ടി നൽകിയാൽ അത് പൂർണ്ണമായും നിന്ദിക്കപ്പെടുമെന്ന് ഉത്തമഗീതം 8-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. യേശു തന്നെ സ്നേഹത്തെ നിർവചിച്ചു. അവനിൽ മാത്രമേ നാം പൂർണ്ണമായ സ്നേഹം കാണുന്നുള്ളൂ. തിരുവെഴുത്ത് പ്രഖ്യാപിക്കുന്നു, എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലൂടെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ഇത് റോമർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവായ യേശുവിന്റെ ദയാപൂർണമായ നോട്ടത്തിൽ അവന്റെ വാക്കുകളിലും അവന്റെ പ്രവൃത്തികളിലും അവന്റെ പഠിപ്പിക്കലുകളിലും നാം സ്നേഹം കാണുന്നു. കാൽവറിയുടെ ക്രൂശിൽ നിന്ന് ഒഴുകിയ സ്നേഹത്തിന്റെ ശക്തമായ പ്രളയം നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലെ, സ്നേഹത്തിൽ വസിക്കൂ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 4-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യോശുവ 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 16-ാം അധ്യായം. ആമേൻ.